ബംഗ്ലാദേശ് ശരിക്കും നാണം കെട്ടു. ഇന്ത്യയുടെ ബാറ്റിന്റെ ചൂട് ശരിക്കും അറിഞ്ഞു. ആദ്യ ടി20 ഇന്ത്യ 7 വിക്കറ്റിന്റെ വിജയമാണ് സ്വന്തമാക്കിയത്. ഇന്ന് സഞ്ജു സൂര്യ മികച്ച കളി കാഴ്ചവെച്ചു. അതുപോലെ ഹാർദിക് പാണ്ഡ്യ വെടിക്കെട്ട് ബാറ്റിംഗ് ആണെന്ന് പുറത്തെടുത്തത്. ഇന്ന് ഇന്ത്യ കളി ജയിച്ച ശേഷം ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാണ്ഡ്യ അവസാനം കത്തിക്കയറുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇതുകൊണ്ട് തന്നെ ഇന്ത്യ ഈസി ആയിട്ട് കളി ജയിച്ചു. ഇന്ന് ജയിച്ച ശേഷം സൂര്യകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടി, അതുകൊണ്ട് ടി20 പരമ്പര എനിക്ക് നേടിക്കൊടുക്കണം. ഗംഭീർ എന്നിൽ വലിയ വിശ്വാസമാണ് അർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടോസ് ലഭിച്ചപ്പോൾ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ഇന്ന് ഞങ്ങൾ പുതിയൊരു ഓപ്പണറെയാണ് പരിചയപ്പെടുത്തിയത്. സഞ്ജുവും അഭിഷേക് ശർമ്മയും. ആ ഒരു കൂട്ടുകെട്ട് വിജയിച്ചിരിക്കുകയാണ്. രണ്ടുപേരും ഇന്ത്യക്ക് നല്ലൊരു സ്റ്റാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അഭിഷേക് പെട്ടെന്ന് ഔട്ടായി. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. എങ്കിലും ഈ ഒരു ഓപ്പണിംഗ് ജോഡി മികച്ചവരാണ്. സഞ്ജു ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. സഞ്ജു ഞാനും കൂടിയാണ് ടീമിനെ മുന്നോട്ട് നയിച്ചത്. സഞ്ജു ഉള്ളത് ടീമിനൊരു ബലമാണ്. വരുന്ന മാച്ചിലും സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. അടുത്ത മാച്ചിലും ഇതേ കളി ആവർത്തിക്കുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. സഞ്ജുവിന് ഇപ്പോൾ വെച്ചടി കയറ്റമാണ്. കാരണം ആദ്യമൊക്കെ സഞ്ജുവിനെ 5ാം സ്ഥാനത്ത് 6ാം സ്ഥാനത്താണ് ഇറക്കാറ്. എന്നാൽ കോച്ച് ഗംഭീർ വന്നതിന് ശേഷം സഞ്ജു ഇപ്പോൾ ഓപ്പണിംഗിലാണ്. സഞ്ജുവിന് ഇനി നല്ല കാലമാണ്. സഞ്ജു ഇന്ന് 29 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. 6 ബൗണ്ടറിയാണ് സഞ്ജു നേടിയത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് അടുത്ത മാച്ചിലും അവസരം കിട്ടും. സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ ഓപ്പണർ. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് മായങ്ക് യാദവിന്റെ ബൗളിംഗ് ആണ്. ആദ്യ ഓവർ തന്നെ മായങ്ക് മെയ്ഡനാക്കി. അതുപോലെ വരുൺ ചക്രവർത്തിയും അർഷദീപ് സിംഗും. മികച്ച ബൗളിംഗ് ആണ് രണ്ടുപേരും കാഴ്ചവെച്ചത്. അങ്ങനെ ഇന്ത്യ ആദ്യ ടി20 ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.